ലാമിൻ യമാൽ, കുബാർസി, ഗർനാച്ചോ. ലയണൽ മെസ്സി മികച്ച യുവതാരത്തിനുള്ള വോട്ടുകൾ നൽകിയ താരങ്ങളുടെ പേരാണിത്. ലാമിൻ യമാലിനാണ് അദ്ദേഹം കൂടുതൽ പരിഗണന കൊടുത്തത്. അദ്ദേഹം മാത്രമല്ല, ലൂക്ക മോഡ്രിച്ച് ഉൾപ്പെടെയുള്ള പലരും യമാലിനെയാണ് ഈ ഒരു സ്ഥാനമാനത്തിന് അർഹത കൽപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഏതൊരു ഫുട്ബോളിൽ കണ്ടിന്യൂസ് ആയിട്ട് വീക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഏറെക്കുറെ മനസ്സിലൊരു ധാരണ ഉണ്ടാവും, പ്രാവശ്യത്തെ മികച്ച യുവതാരത്തിനുള്ള അവാർഡ് ആരായിരിക്കും കൊണ്ടുപോകുക എന്നുള്ളത്. ഏറെക്കുറെ ഫുട്ബോൾ ഇൻ്റർനാഷണൽ ലെവലിലാണെന്നുണ്ടെങ്കിലും ക്ലബിൻ്റെ ഫുട്ബോളാണെന്നുണ്ടെങ്കിലൊക്കെ വാച്ച് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ആ ഒരു ഫംഗ്ഷന് മുന്നേ, ബാലൺ ഡിയോറിൻ്റെ ചടങ്ങിന് മുന്നേ തന്നെ ഏറെക്കുറെ ധാരണ ഉണ്ടാവും. കാരണം യമാലിനെക്കാട്ടിലും ബെറ്ററായിട്ടുള്ള ഒരു ഓപ്ഷന് ആ നേട്ടത്തിന് പിന്നാലെ ഇല്ല എന്നുള്ളത്. ക്ലബിന് വേണ്ടിയിട്ടാണെങ്കിലും രാജ്യത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലൊക്കെ സ്ഥിരതയാർന്ന പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. ബാഴ്സക്ക് വേണ്ടിയിട്ടും ഇപ്പോൾ യൂറോ കപ്പിൽ സ്പെയിനിന് വേണ്ടിയിട്ട് അദ്ദേഹം നിർണായകമായ മത്സരങ്ങളിലൊക്കെ ഗോളടിച്ച് തൻ്റേതായിട്ടുള്ള നേട്ടം അല്ലെങ്കിൽ ആ യൂറോ കപ്പ് സ്പെയിന് നേടുന്നതിനുള്ള പ്രധാന പങ്ക് വഹിച്ചു. ഇതുപോലെ ബാഴ്സലോണയിൽ അദ്ദേഹം തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഗോളുകളും അതേ ലെവലിൽ തന്നെ അസിസ്റ്റുകളുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. റാഫിൻ്റെയും ലെവൻഡോസ്കിയുടെയൊക്കെ കൂടെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള തേരോട്ടം കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ബാഴ്സക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ മെസ്സിയുമായിട്ടുള്ള ഒരുപാട് കമ്പാരിസന് യമാലിന് വരുന്നുണ്ട്. ആ കണക്കുകൾ കുറച്ച് മുന്നേ കണക്ക് പുറത്തിട്ടുണ്ടായിരുന്നു. 50 മത്സരങ്ങൾ യമാല് പിന്നിട്ട ശേഷം ഉള്ള ഒരു കണക്ക്. മെസ്സി ബാഴ്സക്ക് വേണ്ടിയിട്ട് ആദ്യം 50 മത്സരങ്ങളിൽ 25 ഗോൾ കോൺട്രിബ്യൂഷനും, അതുപോലെ യമാല് 24 ഗോൾ കോൺട്രിബ്യൂഷനുമാണുള്ളത്. അപ്പോൾ അദ്ദേഹം കളത്തിലിറങ്ങിയ മുതൽ മെസ്സിയുമായിട്ടുള്ള ഒരുപാട് കമ്പാരിസന് പല കോണുകളിൽ നിന്നും വരുന്നുണ്ട്. എങ്കിലും അദ്ദേഹത്തെ തന്നെ ഇപ്പോൾ കമ്പയർ ചെയ്യുന്ന മെസ്സിയെ തന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് മീൻസ് ഈ ഒരു മികച്ച യുവതാരത്തിനുള്ള അവാർഡിന് അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, യമാലിന് വേണ്ടിയിട്ട് വോട്ട് നൽകിയിരിക്കുകയാണ് മെസ്സി. ഏതായാലും മെസ്സി മാത്രമല്ല, പല നമ്മളെപ്പോലുള്ളൊരു ഫാൻസിന് ഈ ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ പോലും ഈ ഒരു താരത്തെ തന്നെ, യമാലിനെ തന്നെയാക്കാരം നമ്മളൊക്കെ എല്ലാവരും പരിഗണിക്കുന്നത് ആ ഒരു അവാർഡിന്. കാരണം നമുക്കറിയാം, യമാലിൻ്റെ കളി നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അദ്ദേഹത്തിന് കാണിക്കുന്ന ഈ ഒരു ഏജിൽ തന്നെ ഗ്രൗണ്ടിൽ കാണിക്കുന്ന മായാജാലങ്ങൾ നമ്മൾ നിരന്തരമായിട്ട് ബാഴ്സലോണക്ക് വേണ്ടിയിട്ടും സ്പെയിനിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ കാണുന്നതാണ്.